അഡ്വക്കേറ്റ് നന്ദകുമാർ അറിയുന്നതിന്. മിസ്റ്റർ നന്ദകുമാർ, അഡ്വക്കേറ്റ് വാണം പോലെ പോകാതെ നിക്ക്. നീ എപ്പോ ഫ്രീ ആവും? കോടതി പരിസരത്ത് വെച്ച് അമിത സ്വാതന്ത്ര്യം കാണിക്കുന്നത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നീ ഒരു വെറും ബെഞ്ച് ക്ലാർക്ക്. ഐ ആം ദി പബ്ലിക് പ്രോസിക്യൂട്ടർ. സോറി, ഞാൻ മറന്നുപോയി. ഞാൻ ഇനി ആവർത്തിക്കത്തില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. നീ എപ്പോ ഫ്രീ ആവും? സോറി സാർ, എപ്പോ ഫ്രീ ആവും? 2 ദിവസം കഴിയും. ഒരു അർജന്റ് മാറ്റർ പറയാനാ വന്നത്. പറയൂ. സാറല്ല, ഞാൻ 4 ദിവസം കഴിഞ്ഞ് ഫ്രീ ആവും. അപ്പൊ ഞാൻ പറയാം. എടാ, തമാശ വിളമ്പാതെ കാര്യം എന്ന് വെച്ചാ പറ. നിന്റെ ഗുമസ്തൻ, സോറി സാറിന്റെ ഗുമസ്തൻ ഗുലുമാലി ജമാലിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരിക്കും നല്ലതാണ്. സാറിന്റെ കേസ് അവൻ മറിച്ച് വിൽക്കുന്നുണ്ട്. എന്റെ പ്രൊഫഷണൽ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം ഇടപെടണ്ട. അത് ഞാൻ തന്നെ നോക്കിക്കോളാം. ഓക്കെ? സോറി, ഗുലുമാല എന്നെ വിളിക്കുന്നു. താനല്ലോ തോന്നുന്നു. ഹലോ ചങ്ങാതി, എന്താ കണ്ണൂടെ? എന്താ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? പിന്നെ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കണം. നീ അതും അതിലപ്പുറം ചെയ്യും. കയറ്. പിന്നെ ഈ തലവേദന ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചിരിക്കായിരുന്നല്ലേ? അതിന് നീ ഒരു തലവേദനയാണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ലല്ലോ. വക്കീലിനെ ഒഴിവാക്കാൻ ഭാനുവേട്ടനായിരുന്നല്ലോ പ്രയാസം. ആരുടെ സഹായം കൂടാതെ ആ പദ്ധതി ഞാൻ തന്നെ നിറവേറ്റി. എങ്ങനെ? എന്റെ സ്വഭാവ വിശേഷങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഒരു കത്തങ്ങ് കാച്ചി. അത് മിക്കവാറും ഇന്ന് എന്നെ വക്കീലിന്റെ കൈ കിട്ടും. അതോടെ ആതിര നന്ദകുമാർ കല്യാണ നിശ്ചയം. സൂചിച്ചില്ലേ? നന്നായിട്ട് സുഖിച്ചു. ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? ഓ, നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലേ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജോലിസനെ കാണിച്ചു. ഒരുത്തമില്ലേ? ഒരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജോലിസൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാറെനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാനും തിരിക്കുന്നു. നമുക്ക് അങ്ങ് നടത്താം. അതെങ്ങനെ നടത്തുകേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ. ജാതകോ? അതിന് എവിടത്തും തപ്പം. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിലും നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു.
ഞാൻ ആ SI 2 തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോകുന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ആ SI ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണോ? പറഞ്ഞു കേട്ടാ മതി, ചെല്ലേ. ഓ, അയ്യോ, ചേച്ചിക്ക് എന്ത് പറ്റി? ഇളകിയോ? അച്ഛൻ ഓഫീസിൽ നിന്ന് വന്ന് പോലും പറഞ്ഞോടി? ഇല്ല. അപ്പൊ വൈകിട്ട് കിട്ടി കാണത്തേ ഉള്ളൂ. അതിന്റെ ആഫ്റ്റർ എഫക്റ്റിംഗ് എത്ര സമയമാണെന്നേ ഉള്ളൂ. കാര്യം മനസ്സിലായി. വക്കീലായിട്ടുള്ള കല്യാണ നിശ്ചയം അടുക്കാറായില്ലേ, അതിന്റെ ആ ഇളക്കം. എടി മണ്ടി, ഇങ്ങ് വാ. അച്ഛനും അമ്മയും നീയൊക്കെ വിഡ്ഢികളായിപ്പോയല്ലോടി. വക്കീലിന്റെ കല്യാണ പ്രശ്നത്തിൽ എനിക്കിപ്പൊ സന്തോഷ. കാരണം എന്താണെന്നറിയോ? പറയാതെ ഞാനെങ്ങനെ അറിയുമ്പോ ഈ കവടി ഇറത്തി നോക്ക്. പിന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിപ്പിച്ചുകൊണ്ട് നാളെ ശിവശങ്കർ നിങ്ങി വരും. ആ വരട്ടെ. നീ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേൽപ്പിക്കാമായിരുന്നു. അമ്മ കിടന്ന് ധൃതി വെക്കാതെ. എനിക്ക് ധൃതിയാ. വന്ന ആലോചനകളൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. ഇനി അത് പറ്റില്ല. നമ്മൾ അവരുടെ സൗകര്യം കൂടെ നോക്കണ്ടേ അമ്മേ? സാധാരണ പണവും പണ്ടവും ഒപ്പിക്കാനാ പെണ്ണ് വീട്ടുകാർ സമയം ചോദിക്കുന്നത്. നമ്മൾ അവരോട് സ്ത്രീധനമൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ എന്ത് സൗകര്യം നോക്കാനാ? ആ, എനിക്ക് വെച്ച് വിളമ്പി അമ്മ മടുത്ത് കാണും ഇല്ലേ? മടുത്തിട്ടല്ലടാ മോനെ, മരുമകളോടൊത്ത് കഴിയാനുള്ള എന്റെ ആഗ്രഹം നിനക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. വലിയ കൊതിയും കൊണ്ടിരുന്ന് അവസാനം മരുമോള് വന്ന് അമ്മാവ് എന്നെ അടിച്ചിറക്കിയില്ലെങ്കിൽ കൊള്ളാം. നിന്റെ തിരുനാക്കം ഉണ്ടെന്നും പറയാതിരുന്നാ മതി. കണ്ടിട്ടൊരു അടക്കവും ഒതുക്കവും ഉള്ള പെൺകുട്ടിയാ. കണ്ടോ, പണിയടിക്കുന്നു. സത്യം. ഓ, മണി 10 പെണ്ണ് കാണാനെന്ന് പറഞ്ഞ് ഉള്ളി പോയിട്ട് ഇത് എവിടെ പോയി കിടക്കുക? അവനുള്ളത് അവിടെ കാണാൻ അടച്ചു വെച്ചിട്ട് അമ്മ കിടന്ന് തുടങ്ങി. പെണ്ണ് കാണാനാ പോകുന്നതെന്ന കാര്യം വഴിക്ക് വെച്ച് മറക്കാതിരുന്നാ മതി. അരണയുടെ ജന്മ അരണയുണ്ണി. അത് കേക്കണ്ട. അമ്മയും മോനും കൂടി എന്നെ അരണയാക്കരുത്. നീ എത്തിയേ? ഇങ്ങെത്തിയിട്ട് 10-36 വർഷമായി. നിയമപുസ്തകം എന്റെ അസാന്നിധ്യത്തിൽ അമ്മയും മോനും കൂടി എന്നെ പറ്റി പരദൂഷണം പറയാല്ലേ? നിന്നെ പറ്റി എന്ത് പറയാൻ? എന്തൊക്കെ പറയാം. ഞാനൊരു ഇത്തിൽ കണ്ണിയാണെന്നും തീറ്റിപ്പണ്ടാരമാണെന്നും കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറയാലോ. വല്ലതും പറയാനുണ്ട് എന്നെ മുഖത്ത് നോക്കി പറയരുതോ? നാണോ മാനോ ഇല്ലാത്ത ഇവന്റെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെ, നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? പെണ്ണിനെ കണ്ടു. സുന്ദരി, ജനന മരണ രജിസ്റ്റർ ഓഫീസിൽ ജോലി, മുട്ടാറ്റ മുടി, സിറ്റിയിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒഴിഞ്ഞേരും. പക്ഷെ പെണ്ണിന്റെ തന്തയുടെയും തള്ളയുടെയും ചീട്ട് കീറിയ ശേഷം മാത്രമേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അയ്യോ, അതുവരെ നിങ്ങളുടെ രണ്ടുപേരുടെയും താമസം വലിയ പ്രശ്നമാവുമല്ലോ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. കൊട്ടാരം പോലത്തൊരു വീടല്ലേ സിറ്റിയില്. ഏത്? ഇത് കല്യാണം കഴിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിക്കുമ്പോഴേ അമ്മേ വയറ് വെച്ച് ചോറ് വല്ലോണ്ട് വിളമ്പിത്താ, ഇല്ലേ ചീരയെങ്കിലും പറിച്ച് പുഴുങ്ങിത്താ. അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്, ചെന്ന് വാരി വാരി ഞണ്ണ് ചെല്ലേ. അമ്മേ വഴി നിന്ന് മാറിയിരിക്കുന്നേ. അരണേ, അതെങ്ങനാ? നീ ഇവിടെ പറഞ്ഞതൊക്കെ അവിടെ ചെല്ലുമ്പോഴേക്കും മറക്കും. നീ ഇവിടെ വന്നിരിക്കണോ? നിശ്ചയത്തിന് വന്നവരൊന്നും പോയി കഴിഞ്ഞിട്ടില്ല. നീ ഇങ്ങനെ വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട്. അവർക്ക് എന്ത് തോന്നുന്നു? കുന്തം. ഒരു കാര്യം ആലോചിച്ച് സമാധാനമായിട്ട് ചെയ്യില്ല. അതാ നിന്റെ കുഴപ്പം. ബാലോട്ട് ഉപദേശിക്കണമെന്നാണോ? അതെ, കുറച്ച് ഉപദേശം കേട്ടെന്ന് കരുതി ഒരു തെറ്റും വരാനില്ല. നീ അങ്ങനെ ഒരു കത്തയച്ചത് ഭയങ്കര ചീപ്പായി പോയി. ഒരു ബ്ലാക്ക് മാർക്കുമായിട്ടില്ലേ നീ അയാളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയെല്ലാം പോകുന്നത്? ആ ഒരു കണ്ണിലൂടെ അയാൾ നീ നിന്നെ കാണൂ. ഏത് കണ്ണിലൂടെ കണ്ടാലും എനിക്ക് പുല്ല. ബാലോട്ടിനൊന്ന് ശല്യം ചെയ്യാൻ എനിക്ക് പോകുന്നുണ്ടോ? ഇല്ല, പോകുന്നില്ല. എന്റെ ഗോപി സാറേ, നിശ്ചയത്തിനൊക്കെ നാളടച്ച് ക്ഷണിക്കാനൊക്കൂ. കല്യാണത്തിന് ഏതായാലും ഇങ്ങനെയുള്ള പരാതി ഒന്നും കേൾക്കരുത്. ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇപ്പോഴേ കുറിച്ച് വെച്ചേക്കണം. അതും ആർഭാടമായിട്ടൊന്നും വേണ്ടെന്നാ നന്ദന്റെ അഭിപ്രായം. ഒന്നോർത്താതെ നല്ലത്. എല്ലാരെയും കൂടെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? കല്യാണത്തിന് പങ്കെടുക്കാന്ന് പറഞ്ഞാ ഒരു ദിവസം വേസ്റ്റാ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതെ, ഈ കാര്യത്തിൽ ഒഴിയാവുന്ന കരുതട്ടാ. ഞാനത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നതാ. ഇൻവിറ്റേഷൻ കാർഡും സദ്യയുടെ ചെലവും ഞാൻ തന്നെ വഹിക്കുമെന്ന് അമ്മാവനോട് നേരത്തെ പറഞ്ഞിരുന്നു.
ഓഹോ ആ ചായ കുടി. പഠിക്കുന്ന BA കാണുന്നൊക്കെ പറഞ്ഞാലും ആദരയ്ക്ക് ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ സ്വഭാവമാണ്. പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സഹധർമ്മിണിയാവാനുള്ള മെച്യൂരിറ്റി അവൾക്കുണ്ടോന്നാണ് എന്റെ ആശങ്ക. കുറച്ച് കുട്ടിത്വമില്ല പിന്നെ ലൈഫിന് എന്താ ഒരു രസം. എന്റെ പ്രൊഫഷനിൽ ഒരുപാട് ടെൻഷനുണ്ട്. പിന്നെ ഫാമിലി ലൈഫ് കുറച്ച് ലൈറ്റ് ആയില്ലേ മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ല. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളെ അല്ല ആദര മാരേജ് ചെയ്യുന്നതെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പാടാ. ഇതൊക്കെ പറഞ്ഞ് ഭാനു എന്നെ പേടിപ്പിക്കുകയാണ്. അത്രയ്ക്കൊരു പ്രശ്നക്കാരിയാണോ എന്റെ ഭാര്യയായിട്ട് വരാൻ പോകുന്നത്? അയ്യോ അല്ല, നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നത് എത്രയായാലും നല്ലതല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. താങ്ക് യു. ഇപ്പൊ തന്നെ അവളെന്തോ ലെറ്ററോ ഗ്രീറ്റിംഗ് കാർഡോ ഒക്കെ എഴുതി അയക്കാൻ പോകുന്നുണ്ടെന്ന് അവിടെ പറയുന്നത് കേട്ടു. ഉള്ള കുസൃത്തരങ്ങളെല്ലാം എഴുതി പിടിപ്പിച്ചിട്ടുണ്ടാവും. ഹാൻഡ് റൈറ്റിങ്ങും സാഹിത്യവും ഒക്കെ അറിഞ്ഞിരിക്കാവല്ലോ. വരട്ടെ. വക്കീലല്ലേ, അല്പം കുരുട്ട് ബുദ്ധിമണ്ടയിൽ ഉണ്ടാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഒന്നുകിൽ ആ ലെറ്റർ അങ്ങേർക്ക് കിട്ടിയിട്ടില്ല, അതല്ലെങ്കിൽ കിട്ടിയിട്ടും അങ്ങേരത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇനി നീയായിട്ടത് കുത്തിപ്പൊക്കി വലിയ പ്രശ്നമാക്കാതിരുന്നാ മതി. റെക്കോർഡ്സ് കംപ്ലീറ്റ് ഇല്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? എല്ലാ പേപ്പേഴ്സ് പോലുണ്ട്, അതും ശക്തമായ എവിഡൻസ്. എന്ത് ശക്തം? ശരിയായ FIR ഇല്ല, സാക്ഷികളില്ല. റേപ്പ് നടന്നിട്ടുണ്ടെന്നും അതിന്റെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ കൊല്ലപ്പെട്ട ഗായത്രി മേനോന്റെ ബോഡിയിലെയും വസ്ത്രങ്ങളിലെയും വിരലടയാളം ഭൈരവന്റേതാണെന്ന് തെളിയിക്കുന്ന രേഖകളില്ല. ഭൈരവന്റെ ബിസ്ക്കറ്റ് കമ്പനിയിൽ സംഭവ ദിവസം ഇന്റർവ്യൂവിനുണ്ടായിരുന്ന മറ്റുദ്യോഗാർത്ഥികളെ കക്ഷി ചേർത്തിട്ടില്ല. ഫോറൻസിക് വിദഗ്ധരും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടുകളും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഇൻവോൾവ് ആയിരുന്നു. എന്നിട്ട് അവരുടെ പേപ്പേഴ്സ് ഒക്കെ എവിടെ? സാറ് പറയുന്നത് കേട്ടാ തോന്നും ഞാൻ അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടിയത്. അല്ലെങ്കിൽ പിന്നെ എന്താണിത്? പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള കോളിളക്കം സൃഷ്ടിച്ചൊരു മർഡർ കേസ് ഇങ്ങനെയാണോ ചാർജ് ചെയ്യേണ്ടത്? കൊലപാതകയെ കണ്ടുപിടിച്ച് കേസ് ചാർജ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള തെളിവ് വേണം. ഐ മീൻ കോൺക്രീറ്റ് എവിഡൻസ്. ഭൈരവനെതിരെ അങ്ങനെ എന്തെങ്കിലും തെളിവ് നിങ്ങൾ നിരത്തിയിട്ടുണ്ടോ? പോലീസ് കസ്റ്റഡിയിലുള്ള ചില സ്ഥിരം സാക്ഷികളെയല്ലേ നിങ്ങൾ വിറ്റ്നസ്സായി ചേർത്തിട്ടുള്ളത്? കോടതിയിൽ അവർ മൊഴി മാറ്റിപ്പറയില്ലെന്ന് എന്താ ഉറപ്പ്? ഐ എം എ പോലീസ് ഓഫീസർ. കേസ് ഡിസ്കസ് ചെയ്യാനേ വന്നത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ അങ്ങ് കോടതി മതി. വാദിക്കുന്ന കേസിലൊക്കെ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾ ദൈവമൊന്നുമല്ലല്ലോ. കേസ് ഫയൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അത് കോടതിയിൽ വിശദീകരിക്കുന്ന ഒരു ഇടനിലക്കാരൻ മാത്രമാണ് നിങ്ങൾ. അത് ചെയ്താൽ മതി. അതെ, അത് തന്നെ ചെയ്യാൻ പോകുന്നു. വാലും തലയും ഇല്ലാത്ത ഈ കേസ് വാദിക്കുമ്പോ ഭൈരവനെ രക്ഷിക്കാൻ അയാളിൽ നിന്ന് എത്ര ലക്ഷം രൂപ വാങ്ങിയെന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് കോടതി പറയിക്കും. ഓ, കാണാം കാണാം. എടാ ഉണ്ണിയുടെ ആ അപ്പുറത്തെങ്ങാനും കാണും. അവൻ കാപ്പ് കുടിക്കുന്ന കാര്യം മറന്നു കാണും. എടാ ഉണ്ണി, നീ കാപ്പ് കുടിക്കുന്നില്ലേ? കഴിക്കാനൊരു മൂടില്ലമ്മേ. ഞാൻ ഇന്നോ നാളെ ഇവിടുന്ന് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താ? കല്യാണ മുഹൂർത്തം അടുത്തടുത്ത് വരികയല്ലേ ഞങ്ങൾ രണ്ടാളുടെ. എടാ, നീ ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ? നീ അത് സീരിയസ് ആയിട്ട് എടുത്തത്? നീ തമാശയായിട്ട് പറഞ്ഞാണെന്ന് എനിക്കറിയാം. പക്ഷേ നിന്റേതായിട്ടൊരു ജീവിതം തുടങ്ങുമ്പോ ഞാൻ ഇനി ഇവിടെ പറ്റിക്കൂടുന്നത് ശരിയാണോ അമ്മേ? അമ്മ വിഷമിക്കണ്ട. അമ്മയുടെ രുചികരമായ പാചകം അനുഭവിക്കാൻ ഞാൻ ഭാര്യയും കൂട്ടി അടിക്കടി അല്ല ദിവസം ഇങ്ങോട്ട് വന്നോളാം. ഇവിടെ അടുത്താണല്ലോ വീട്. നിന്റെ വീട് ദൂരെ ഞാനൊന്ന് കണ്ടില്ലല്ലോ. അവിടെ സംഗതിയൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണ്ടേ? പബ്ലിക് പ്രോസിക്യൂട്ടർ ആണെന്ന് എഴുതി വിളിക്കാൻ മടിക്കണ്ട. ഏത് സമയത്ത് ഞാൻ വരാം. നിന്റെ കാര്യങ്ങൾ നോക്കാൻ തന്നെ നിനക്ക് സമയമില്ല. വീട് മെനകെടാക്കാൻ അമ്മായിയപ്പൻ അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഷോക്കേസ് ഉണ്ടാക്കുക. ഓ, ആഹാ, അപ്പൊ കല്യാണത്തിന് മുമ്പേ അമ്മായി അച്ഛൻ മരുമോനെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ? ഇത്രയും കാലം ഇവിടെ നിന്ന് അനുഭവിച്ച യാതനകളൊക്കെ ഈ കല്യാണത്തോടെ തീരുമെന്ന് ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഉറപ്പിച്ച അന്ന് മുതൽ എനിക്ക് നല്ല ടൈമാ അമ്മേ. എന്നാ ഒന്ന് കാപ്പി. കഴിക്കണോ? എന്നാ വേണ്ട. എന്നാ കഴിച്ചോളാം. വെറുതെ അതും ഇതുമൊക്കെ ആലോചിച്ച് ഞാൻ എന്തിനാ എന്റെ ശരീരം മെലിയിപ്പിക്കുന്നത് അല്ലേ? എന്താ ചമ്മന്തിയാ? ദോശ അമ്മേ? ആ അവിടെ. ഓ, തണുത്ത് പോയി. അയാൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫയല് കാണുന്ന മുമ്പ് തന്നെ അയാൾ കേസ് മുഴുവൻ പഠിച്ചിരിക്കുന്നു. കേസ് അയാളുടെ കയ്യിൽ നിന്ന് മാറ്റാൻ വഴിയൊന്നുമില്ല. വിഡ്ഢിത്തരം പറയാതിരിക്കുക. പൊതുജന താല്പര്യമുള്ള കേസായോണ്ടല്ലേ എല്ലാവർക്കും സമ്മതനായ നന്ദകുമാറിനെ തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ, തന്നെ രക്ഷിക്കാൻ വേണ്ടി സർക്കാർ അവരുടെ ഇമേജ് കളഞ്ഞു വിളിക്കൂല. പിന്നെ എന്താ ഒരു മാർഗം? അതെ, ബലാത്സംഗത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു. ഇപ്പൊ താൻ മാത്രമല്ല, തനിക്ക് വേണ്ടി അന്വേഷണ ചുമതല ഏറ്റെടുത്ത ഞാനും CI ഗോപാലക്കുറുപ്പും കൊടുക്കും. ജീവപര്യന്തം അകത്തു പോയി കിടക്കണ്ടെങ്കിലേ ആലോചിച്ച് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഞാനും സാറും ഒക്കെ രക്ഷപ്പെടണമെങ്കിൽ ആ വക്കീലിനെ വിചാരിക്കണം അല്ലേ? ആ, വിചാരിക്കണം. ഭൈരവനെ കൊണ്ട് അത് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ സാറേ കാര്യം? അല്ല, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് തൽക്കാലം സാർ അറിയണ്ട. അയാളുടെ കല്യാണമല്ലേ, അതൊന്ന് കഴിഞ്ഞോട്ടെ.
വലതുകാലം വെച്ച് കയറുമോളെ. വസന്തം വാഗമലരേ സുഗന്ധം സുരഭിലമ